everyone, Dreams with Sinia എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കിഡ്സ് ഷ്രഗ് ആണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 4 ആക്കി ഫോൾഡ് ചെയ്ത ക്ലോത്ത് ആണ്. ആദ്യം ഇതേപോലെയുള്ളൊരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ക്ലോത്ത് കട്ട് ചെയ്യുകയോ ചെയ്താൽ മതി. ആദ്യം ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ ഫുൾ ലെങ്ത് 13.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് താഴേന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തു. ആദ്യം നെക്ക് വിഡ്ത്ത് 2.3ൽ മാർക്ക് ചെയ്തു. ഷോൾഡർ 5.5 ഇഞ്ച്, താഴേക്ക് ആം ഹോൾ ലെങ്ത് 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. ഇവിടെ ചെസ്റ്റ് ലൈൻ വരച്ചു. ചെസ്റ്റ് 26 ഇഞ്ചാണ്. അതിൻ്റെ 4/1 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് കർവ് ചെയ്ത് വരച്ചു. ഇനി ബാക്ക് നെക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് 2.8 ഇഞ്ചും മാർക്ക് ചെയ്തു. ബോക്സാക്കി രണ്ടും കർവ് ചെയ്ത് വരച്ചു. താഴെ വേസ്റ്റ് റൗണ്ട് 6 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1 ഇഞ്ച് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ബാക്ക് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണം. ഇനി നല്ല ക്ലോത്ത് എടുത്തിട്ട് ലൈനിങ് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഫ്രണ്ട് സൈഡ് മാത്രം എടുത്തിട്ട് താഴെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് ചരിച്ച് വരയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നമുക്ക് ഫ്രണ്ട് ഇങ്ങനെ കിട്ടും. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. ഈ റൗണ്ട് അളക്കാം. ഇത് 8 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ക്ലോത്ത് 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ 7 ഇഞ്ച് വീതിയുണ്ട്. 14 ഇഞ്ചാണ് ഈ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്. സൈഡിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കർവ് ചെയ്ത് വരച്ചു. താഴെ ബോട്ടം റൗണ്ടിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പീസ് എടുത്തിട്ട് നല്ല വശം ലൈനിങ്ങുമായി ഒരുമിച്ച് വെച്ച് നെക്ക് സൈഡും ബോട്ടം സൈഡും സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ചെറിയ കട്ട് കൊടുത്ത് ഈ സൈഡിൽ കൂടി ഇങ്ങനെ നല്ല വശം മറിച്ചെടുക്കാം. എന്നിട്ട് എല്ലാ വശവും പതിച്ചടിക്കാം. അടുത്തത് ഫ്രണ്ട് പീസ് എടുക്കാം. 3 സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും ബാക്ക് പീസിൽ ചെയ്തതുപോലെ ചെറിയ കട്ട് ചെയ്ത് നല്ല വശം മറിച്ചെടുക്കാം. ഇതേപോലെ 2 സൈഡും ചെയ്ത് നല്ല വശത്ത് വെച്ച് പതിച്ചടിക്കാം. ബാക്കി സൈഡെല്ലാം ലൈനിങ്ങുമായി ജോയിൻ ചെയ്യാം. അടുത്തത് ഒരു വൈറ്റ് ലേസ് എടുത്ത് മുകളിൽ ഇങ്ങനെ ചെറുതായി ഫോൾഡ് ചെയ്ത് ഈ ലെങ്ത് സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രോക്കിന് വേണ്ടിയാണ് ഈ കോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് ലേസ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ഇങ്ങനെ ചെയ്യാം. അടുത്തത് നല്ല സൈഡും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ ബോട്ടം സൈഡ് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് കോട്ടുമായി സ്ലീവ് ജോയിൻ ചെയ്യാം. ഇനി സ്ലീവ് മുതൽ ഇങ്ങേ അറ്റം വരെ ജോയിൻ ചെയ്ത് കോട്ട് വർക്ക് ഫിനിഷ് ചെയ്യാം. ഇനി ലാസ്റ്റ് മിനുക്ക് പണിയിലേക്ക് പോകാം. ഇത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓപ്പണായി ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഈ നെക്ക് സൈഡിൽ മാത്രം ഒരു ഹുക്സും അയ്യും വെച്ച് കൊടുക്കാം.
ഹുക്സ് ഉണ്ടെങ്കിൽ കിഡ്സിനത് കൂടുതൽ കംഫർട്ടാകും. ഇവിടെ ഞാനൊരു ത്രെഡ് ലാക്റ്റൻ കൂടി പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ അവിടെയായി ബീഡ്സ് വർക്ക് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കോട്ട് വർക്ക് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കിഡ്സിന് വളരെ ഇഷ്ടമുള്ളൊരു ഡ്രസ്സായിരിക്കും ഇത്. ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും ഈസിയായി ചെയ്യാൻ പറ്റിയ ഈ വർക്ക് എല്ലാവരും ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു നോർമൽ ഫ്രോക്കിനെ കിഡ്സ് പാർട്ടി വെയർ ഫ്രോക്കാക്കി മാറ്റുന്ന ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഉടനെ വരാം മറ്റൊരു നല്ലൊരു വീഡിയോയുമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.